ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FTT സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLCയിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. എന്താണ് സീക്വൻസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ 1 2 3 4 ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ വേറൊരു സീക്വൻസ് നോക്കാം. 1 4 9 16 ഇത് മറ്റൊരു സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ എന്നുള്ള എഴുതിയതാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോ വാല്യൂസ് ഇങ്ങനെ എഴുതി പോകുന്നതിനാണ് സീക്വൻസ് എന്ന് പറയുക. ഇനി എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം 4 8 12 16 20. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എല്ലാം ഒരു കോമൺ ആയിട്ട് സെയിം വാല്യൂ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീക്വൻസിൽ. ഇപ്പോൾ 4 + 4 8, 8 + 4 12, 12 + 4 16, 16 + 4 20. ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു വാല്യൂ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീക്വൻസ്. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ എന്താണ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം പറഞ്ഞാൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് വാല്യൂ ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് x1 വെച്ചിട്ടോ എഫ് വെച്ചിട്ടോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതേപോലെ കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? ഇപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എന്താ? 4 ആണ്. എല്ലാത്തിനും സെയിം വാല്യൂ തന്നെയാണ്. 12 - 8, 16 - 12, 20 - 16, ഇതിനൊക്കെ കിട്ടണ ഒരു വാല്യൂ പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എല്ലാത്തിനും സെയിം. ഈ ഒരു സീക്വൻസിൽ എല്ലാത്തിലും കോമൺ ഡിഫറൻസ് സെയിം. ആ പറയുന്ന വാല്യൂവിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അതായത് ഡി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ്, ഡി വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറെ സീക്വൻസ് നോക്കാം. 2 4 6 8. ഇതിന് വേണ്ട 2 വെച്ചിട്ട് ആഡ് ചെയ്ത് പോയിക്കൊണ്ട് 2 + 2 4, 4 + 2 6, 6 + 2 8, അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ എന്താണ് ഇതിലെ ഫസ്റ്റ് ടേം? x1 എന്ന് പറയുന്നത് ഇതിൽ 2 ആണ്. ഇതിൽ കോമൺ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു 2 വെച്ചിട്ട് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേപോലെ അടുത്തത് മറ്റൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 1.5 2 2.5 3 3.5. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 0.5 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതായത് 1.5 + 0.5 എന്ന് കഴിയുമ്പോൾ 2 എന്ന് കിട്ടും. 2ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോൾ 2.5 എന്ന് കിട്ടും. 2.5ൻ്റെ കൂടെ 3.5 ആഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 3ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോൾ 3.5 എന്ന് കിട്ടും. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, അതായത് x1 എന്ന് പറയുന്നത് 1.5 ആണ്. ഓക്കെ, x1 എന്ന് ഫസ്റ്റ് 1.5 ആണ്. അതേപോലെ ഇതിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.5. ഞാൻ പറഞ്ഞല്ലോ 2 - 1.5 എന്താ? 2 - 1.5 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇതിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്തൊരു സീക്വൻസ് നോക്കാം. 3 6 9 12 15 18 21 24 27. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിലെത്ര x1 ഫസ്റ്റ് ടേം എന്താ? 3 ആണ് ഇവിടെ ഫസ്റ്റ് ടേം. ഓക്കെ, ഇനി ഇതിലെ കോമൺ ഡിഫറൻസ്, അതായത് ഡിയുടെ വാല്യൂ എന്താണ്? 6 - 3 എന്താണ്? 3. 9 - 6 3, 12 - 9 3, 15 - 12 3. അങ്ങനെ 3 വെച്ച് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണിത്. അതുകൊണ്ട് ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസും 3 ആണ്. ഇനി നമുക്ക് നോക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ x2, അതായത് ഈ x2 രണ്ടാമത്തെ ടേം എന്താണെന്ന് നോക്കുക. എന്താണ്? ഫസ്റ്റ് ടേം x1 ആണ്. അതിൻ്റെ കൂടെ ഒരു ഡി ഒറ്റ ഡി ആഡ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? x2 കിട്ടി. x2ൻ്റെ കൂടെ, അതായത് ഇത് x1, ഇത് x1 + d. ഓക്കെ, ഇത് മൂന്നാമത്തെ ടേം എന്താ? x1 + 2d. രണ്ട് വട്ടം ഡി ആഡ് ചെയ്തു. ഇവിടെ x1 + 2d ആഡ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ x1 + 3d, 3 വട്ടം ഡി ആഡ് ചെയ്ത്. അങ്ങനെ പോകുമ്പോൾ ആ ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ഡി ആഡ് ചെയ്തപ്പോൾ x2 കിട്ടി, 2 ഡി ആഡ് ചെയ്തപ്പോൾ x3 കിട്ടി, 3 ഡി ആഡ് ചെയ്തപ്പോൾ x4 കിട്ടി. ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ x4 എന്ന് പറയുന്നിടത്ത് 3d, അതായത് 1 കുറഞ്ഞിട്ട് ഉള്ള കോമൺ ഡിഫറൻസ് ആണ്.
ഇവിടെ ഫസ്റ്റ് ഒരു ഡി ആഡ് ചെയ്തു, ഇത് 2 ഡി ആഡ് ചെയ്തു, ഇവിടെ 3 ഡി ആഡ് ചെയ്തു, ഇവിടെ 4 ഡി, ഇവിടെ 5 ഡി, അങ്ങനെ കൂടി പോകും. പക്ഷേ x1 x2 ഒരു ഡി ആഡ് ചെയ്തു, അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു ഡി ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് x2 കിട്ടി. x3 എന്ന് പറയണത് x1ൻ്റെ കൂടെ 2 ഡി, x3ൻ്റെ കൂടെ 2 ഡി ആഡ് ചെയ്തപ്പോൾ നമുക്ക് x3 കിട്ടി. അതായത് ഒന്ന് കുറവ്, x3 മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് x1ൻ്റെ കൂടെ 2 വട്ടം ഡി ആഡ് ചെയ്തു, അതൊന്ന് കുറഞ്ഞു. ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. ഇനി ചിലപ്പോൾ ഭാവിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഇനിയിപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഈ ഒരു പ്രോബ്ലം, ഈ 2 ടേം എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമും എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയോ? ഇല്ല, നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അറിയില്ല. കാരണം ഇവിടെ 2 വാല്യൂസും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 24 എന്ന് എഴുതിയിട്ട് 3D, അതായത് 42 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ 24 ഉണ്ട്. ഈ 24ൻ്റെ കൂടെ ഒരു ഡി ആഡ് ചെയ്താൽ ഈ വാല്യൂ കിട്ടും. ഒരു ഡി ആഡ് ചെയ്താൽ ഇവിടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ 2 ഡി ആഡ് ചെയ്യണം. ഇവിടെ വാല്യൂ കിട്ടിയത് എന്താണ്? 3 വട്ടം ഡി ആഡ് ചെയ്തു. അതായത് 24ൻ്റെ കൂടെ 3 ഡി ആഡ് ചെയ്തപ്പോഴാണ് 42 കിട്ടിയത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 24 + 3D ഈസ് ഈക്വൽ ടു 42. 24ൻ്റെ കൂടെ 3 വട്ടം ഡി ആഡ് ചെയ്തപ്പോൾ 42 കിട്ടി. ഓക്കെ, അതാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഡി കണ്ടുപിടിക്കണം. 3D ഈസ് ഈക്വൽ ടു 42 മൈനസ് ഈ 24നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അപ്പോൾ എന്തായി? 42 മൈനസ് 24 ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 18 എന്ന് കിട്ടി. അങ്ങനെ ഡി എന്താണ്? 3D ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 18/3 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി അടുത്തത് x10 എന്താണ്? ഒരു പ്രോബ്ലമാണ്, അടുത്ത പ്രോബ്ലമാണ്. x10 എന്താണെന്ന് നോക്കാം. ഓക്കെ, സോറി, ഇവിടുത്തെ പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ വാല്യൂ ഇവിടെ എഴുതണം. 24 പ്ലസ് കോമൺ ഡിഫറൻസ് എത്ര? 6. 24ൻ്റെ കൂടെ 6 ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടും. 30ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 കിട്ടും. 36ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 42 കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു നമുക്കിവിടെ ഇല്ലാതിരുന്ന ഡാഷിൻ്റെ അവിടെ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 30, 36 ഈ 2 വാല്യൂസും കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലത്തിൽ x10 10th ടേം എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, 15th ടേം എന്ന് പറയുന്നത് 47 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് ടേം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം x10 ഇവിടെ 2 വാല്യൂസ് തന്നിട്ടുണ്ട്. x10 തന്നിട്ടുണ്ട്, x15 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ x10 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? x10ൻ്റെ കൂടെ 5 ടേംസ് ആഡ് ചെയ്യണമല്ലേ x15. മനസ്സിലായോ? ഇപ്പോൾ x10th ടേമിൻ്റെ കൂടെ 5 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x15 കിട്ടും. ഓക്കെ, അതേപോലെ തന്നെയാണ് അതിൽ നിന്നാണ് നമ്മൾ x10 നമുക്കറിയാം 32, അതിൻ്റെ കൂടെ 5D ചെയ്തു. അങ്ങനെ നമുക്ക് x15 എന്തായി? 47 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 5D മാത്രമാക്കിയിട്ട് 5D ഈസ് ഈക്വൽ ടു 47 മൈനസ് 32 എന്ന് ചെയ്യാം. ഇവിടെ ചെയ്ത് കണ്ടില്ലേ? 5D ഈസ് ഈക്വൽ ടു 47 മൈനസ് 32 എന്ന് ചെയ്ത് 5D ഈസ് ഈക്വൽ ടു 15 എന്ന് വന്നു, D ഈസ് ഈക്വൽ ടു 3 എന്ന് വന്നു. ഇനി നമ്മൾ വേറൊരു ഫോർമുലയാണ് പഠിക്കാൻ പോണത്. ഇപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ക്വസ്റ്റ്യന് കിട്ടി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതായത് x10 + 5D ചെയ്ത് കഴിഞ്ഞാൽ x15 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് അത് വെച്ചിട്ട് നമ്മളതിൽ 2 വാല്യൂസ് ഉണ്ട്, x15 ഉണ്ട്, x10 ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മളത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. മനസ്സിലായത്? x10ൻ്റെ 5D 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x15 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, x1 ഫസ്റ്റ് ടൈം x1 +
2d ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം, x1 പ്ലസ് 3d ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ടേം, x1 പ്ലസ് 4d ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ടേം. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നില്ല. അതേപോലെ തന്നെ 5 x10 എന്ന് പറയുന്ന വാല്യൂൻ്റെ കൂടെ 5 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x15 കിട്ടും. ഓക്കെ, അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ്, വേറൊരു രീതിക്കും കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസിൻ്റെ കൂടെ പൊസിഷൻ ഡിഫറൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ നമുക്ക് കാണാം x15 40 രണ്ട് ടേമുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇതൊരു ടേം ഇതൊരു ടേം, ഇതേപോലെ രണ്ട് ടേമുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് ടേം ഡിഫറൻസ് എന്താ? ഇവിടെ 47 ഒരു ടേം 47 മൈനസ് മറ്റേ ടേം എന്താ x10 എന്താ 32 ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്താ 15 മൈനസ് 10. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പൊസിഷൻ 15 ആണ്, ഇവിടെ പൊസിഷൻ 10 ആണ്. അപ്പോൾ ഈ ടേം തമ്മിലുള്ള ഡിഫറൻസ് 47 ബൈ മൈനസ് 32 ചെയ്തു. പിന്നെ അതേപോലെ ഈ 15 മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. 47 മൈനസ് 32 ഡിവൈഡഡ് ബൈ 15 മൈനസ് 10 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കാനുള്ള? അടുത്തത് ഇനി x1 കണ്ടുപിടിക്കണം. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടേം എന്താണെന്ന്. അത് ഞാൻ ഇവിടെ x1 എന്ന് എഴുതിയുള്ളൂ. ഫസ്റ്റ് ടേം എന്നുള്ള രീതിക്ക് x1 എന്ന് എഴുതി. x1 എന്താ? x10 എന്താ നമ്മളെ കയ്യിലുണ്ടല്ലോ, x10 ഉണ്ട് നമ്മളെ കയ്യിൽ. ഇപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ x10ൽ നിന്ന് 9 വട്ടം d മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? x1 കിട്ടും. 10 മൈനസ് 9 കോമൺ ഡിഫറൻസ്, അതായത് x10th ടേം. അങ്ങനെ ടേംസ് ഉണ്ടല്ലോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സിക്സ്ത് സെവൻത്ത് എയ്ത്ത് അങ്ങനെയുള്ള ടേംസിൽ നിന്ന് 9 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് x1 കിട്ടും. അങ്ങനെയാണ് x1ൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 32. x10 എന്താ? 32 നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അതാണ്ട x10 32 മൈനസ് 27. എങ്ങനെ 27 വന്നത്? 9 എന്ന് പറഞ്ഞാൽ നമ്മൾ 9d മൈനസ് ചെയ്തു. അത് 9d മൈനസ് ചെയ്തത് എങ്ങനെ? 9d എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 3 നമുക്ക് കിട്ടി. 3 × 9 27. അങ്ങനെ 32 മൈനസ് 27 ആണ് 5 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ d is equal to 3 എന്നും ഫസ്റ്റ് ടേം is equal to 5 എന്നും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് എയ്ത്ത് ടേം ഈസ് 68 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ടേം തന്നിട്ടുണ്ട്. എയ്ത്ത് ടേമും തന്നിട്ടുണ്ട്, ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 38 ആണ്, എയ്ത്ത് ടേം എന്ന് പറയുന്നത് 62 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് കാണാൻ പറയണത് കോമൺ ഡിഫറൻസ് കാണാനും അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ ചോദിക്കുകയാണ്, വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 100. ഏതെങ്കിലും ഈ സീക്വൻസിൽ, ഇപ്പോൾ സീക്വൻസ് കുറേ നമ്പേഴ്സ് ഉണ്ടാവും, അതിൽ ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയണത് 100, ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് 100 ആവുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x5 38 എന്നും x8 62 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ഉണ്ടല്ലോ, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അത് രണ്ടും ചെയ്ത് നോക്കുക. അത് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ടേം ഡിഫറൻസ് എന്താ? 62ഉം 32 ആണ് ടേമുകൾ, അതായത് 62 മൈനസ് 38 ആണ് ടേം ഡിഫറൻസ്. ഡിവൈഡഡ് ബൈ പൊസിഷൻ 8 പൊസിഷൻ ഡിഫറൻസ് 8 മൈനസ് 5, അതായത് പൊസിഷൻ 8ാമത്തെ പൊസിഷനും 5ാമത്തെ പൊസിഷനും നമ്മൾ ഡിഫറൻസ്, അത് 3 ആണ്. 8 മൈനസ് 5 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 24/3 കിട്ടിക്കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു, അതായത് d is equal to 8 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോണത് x1 ഫസ്റ്റ് ടേം എന്താണെന്ന്.
ഫസ്റ്റ് ടേം ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കാണണമെന്നുള്ളൂ. x1 എന്ന് പറയുന്നത് x5 ഫിഫ്ത്ത് ടേം നമുക്കറിയാം -4d 4 ടേമുകൾ 4 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ടേമിൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1 കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്ത് വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 100. ഈ സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് 100 ആവും. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന നമ്പർ എത്ര, 100 പറഞ്ഞിരിക്കുന്നത്. ഈ 100 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടിക്കഴിയുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഈ ഒരു സീക്വൻസിൽപ്പെട്ട ടേംസുകളുടെ ഡിഫറൻസ് ആവില്ല, റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ആവില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് റിമൈൻഡർ 0 ആണെങ്കിൽ അത് ശരിയാണ്, ഈ ഒരു സീക്വൻസിലെ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസിൽ പെട്ടതാണ് ഈ 100 എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇത് ഡിവൈഡ് ചെയ്തു, അതായത് 100 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞപ്പോൾ റിമൈൻഡർ 4 വന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം, ഈ ഒരു സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഒരിക്കലും 100 വരില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് എന്തുകൊണ്ടാണ്, ഇവിടെ റിമൈൻഡർ 4 വന്നു, അതുകൊണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് വിൽ നോട്ട് ബി 100. അപ്പോൾ അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഡിഫറൻസ് വരുന്ന നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേം, ഈ പറഞ്ഞ ടേം ഒരിക്കലും ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് ആണ് 3, 6, 9, 12, 15, 18 ഇങ്ങനെ ഒരു സീക്വൻസ് കണ്ടില്ലേ. ഈ സീക്വൻസിൽ നടുവിലത്തെ നമ്പർ എത്ര? നടുവിൽ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ 3 നമ്പർ നമ്മൾ എടുക്കുക, 9, 12, 15. 9, 12, 15 എന്നുള്ള ഈ 3 നമ്പർ എടുത്തു. അതിൽ ഇത് എ എന്ന് പറഞ്ഞു, ഇത് ബി എന്ന് പറഞ്ഞു, ഇത് സി എന്ന് പറഞ്ഞു. ഇതിൽ ഈ നടുവിലത്തെ ഈ സീക്വൻസിലെ ഈ 3 നമ്പേഴ്സിൻ്റെ നടുവിലത്തെ നമ്പർ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു, ഇപ്പം ഇത് ഈ കേസിൽ 12 ആണ്. 12 ഈസ് ഈക്വൽ ടു അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ 9 പ്ലസ് അതിന് ശേഷമുള്ള നമ്പർ 15/2 എന്ന് ആയിരിക്കും ഈ ഒരു നമ്പർ. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, ഈ നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഈ ഒരു നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9 + 15 എന്താ, 24 അല്ലേ. അത് അങ്ങനെ ആകുമ്പോൾ 12 × 2 എന്താ, 24. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഈ 12ൻ്റെ രണ്ടപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 12ൻ്റെ ഡബിൾ ആയിരിക്കും അത്. അതായത് a + c ഈസ് ഈക്വൽ ടു 2 × b അങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. The third term of an arithmetic sequence is 16 and its 21st term is 124 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തേർഡ് ടേം ഓഫ് arithmetic sequence is 16, 21st term is 124. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടേമുകൾ തന്നിട്ടുണ്ട്, തേർഡ് ടേമും തന്നിട്ടുണ്ട്, 21st ടേമും തന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചു, രണ്ട് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് ടേമുകൾ ഡിവൈഡഡ് ബൈ നമ്മളെ കയ്യിൽ തന്നിരിക്കുന്നത് 21st ടേമും തേർഡ് ടേമും, അത് രണ്ടും ഡിഫറൻസ് കണ്ടു. അപ്പോൾ എന്താ, 108 ഡിവൈഡഡ് ബൈ 18 അത് 6 ആണ്. അതായത് കോമൺ ഡിഫറൻസ് 6 ആണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇപ്പോൾ തേർഡ് ടേം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫസ്റ്റ് ചോദ്യം ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്, അത് നമ്മൾ കണ്ടുപിടിച്ചു കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. x3 നമുക്ക് തന്നിട്ടുണ്ട്,
x3ന്ന് ഒരു -2d ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടും? x1 എന്ന് കിട്ടും. x3 മൂന്നാമത്തെ ടേമിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ 1 2 3 3 ടേമുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇവിടെ നിന്ന് മൂന്നാമത്തെ ടേമിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1 കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. x1 ഈസ് ഈക്വൽ ടു x3 മൈനസ് 2d. അതിൻ്റെ ആൻസറാണ് x1 നമുക്ക് എന്ത് കിട്ടി? 4 എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ 280 ഇൻ ദി സീക്വൻസ്. പൊസിഷൻ ഓഫ് 280 ഇൻ ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 280ൻ്റെ പൊസിഷൻ എന്താണ്? അത് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്രയോ എണ്ണം, അതായത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x1ൻ്റെ കൂടെ എത്രയോ, ഇപ്പോൾ y ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 280 കിട്ടും അല്ലേ? x1 ഈസ് ഈക്വൽ ടു എത്രാമത്തെ ഇതാണെന്ന് നമ്മളറിയില്ല, xn എന്ന തൽക്കാലത്തേക്ക് എത്രാമത്തെ ടേം നമുക്കറിയില്ല. അപ്പോൾ xn എന്നിട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്രയോ തവണ നമ്മൾ y ടൈംസ് d ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 280 കിട്ടണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x1ൻ്റെ കൂടെ y ടൈംസ് d ആഡ് ചെയ്ത് 280 കിട്ടണം. x1 എന്താ 4 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 6 എന്താ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇൻറ്റു y ടൈംസ് ആണ്. അതുകൊണ്ട് y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ടൈമാണ് ആഡ് ചെയ്തിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 280 എന്ന് കിട്ടും. പിന്നെ 6y is equal to 280 minus 4, y is equal to 27. ഈ 280 minus 4 276 കിട്ടി. 276 by 6 ചെയ്ത് കഴിഞ്ഞാൽ 46 എന്ന് കിട്ടും. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോർമുല കിട്ടി. x1 ഫസ്റ്റ് ടേം 46d, അതായത് y-ൻ്റെ വാല്യൂ എന്തായി? 46 എന്ന് കിട്ടി. അപ്പം എന്താണ്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പം x3 എന്ന് പറയണത് എന്താണ്? x1 പ്ലസ് 2d ആണ്. അപ്പോൾ ഇവിടെയുള്ള 3യിൽ നിന്ന് ഒന്ന് കുറഞ്ഞ ഇതായിരിക്കും, ഈ കോമൺ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 46 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രാമത്തെ ടേം ആയിരിക്കും? ഒന്ന് കൂടുതലായിരിക്കും, 47th ടേം. അതായത് ഇപ്പോൾ 1 2 എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ 1 2 3 3 ടേംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് x1, ഇത് x1 പ്ലസ് ഡി, ഇത് x1 പ്ലസ് 2d ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് x1 ഫസ്റ്റ് ടേം, ഇത് x2, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ടേം, x3 എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് കുറവുള്ള കോമൺ ഡിഫറൻസ് ആണ്, ഒന്ന് കുറവാണ്. 3യിൽ നിന്ന് ഒന്ന് കുറവാണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ x2 2ൽ നിന്ന് ഒന്ന് കുറവ്, അതായത് 1 ഒരു d, ഒരൊറ്റ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ d 47th ടേം ആണ്, അതിൽ നിന്ന് ഒന്ന് കുറവുള്ള കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ എന്താ? 280 കിട്ടും. അതായത് x47, അതായത് 47th ടേം ആണ് 280 എന്ന് പറയണത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം. സം ഓഫ് ദ ടേംസ് ഇൻ ദ സീക്വൻസിലെ ടേംസുകളുടെ സമ്മ് കാണാനുള്ള ഒരു ഫോർമുല എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോർമുല വേണമെങ്കിൽ ഫോർമുല എന്ന് തന്നെ പറയാം. ഫോർമുല അങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 2 + 5 + 8 + 11 + 14 കണ്ടില്ലേ? ഈ 2 + 5 + 8 + എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. 1 2 3 4 5 5 ടേംസ്. ഈ 5 ടേംസിൻ്റെ നടുവിൽ എന്താ? 8 ആണുള്ളത്. ഓക്കെ, 8 ആണ് നടുവിലുള്ളത്. അപ്പോൾ നടുവിലത്തെ ടേം, മിഡിൽ ടേം, ഇതിപ്പോൾ ഓഡാണ്, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. 1 2 3 4 5 5 ടേംസ് എന്താ? 5 n5 എന്ന് പറയുന്നത്, n=5 എന്ന് പറയുന്നത് 5 ടേംസാണ്. അത് ഓഡ് നമ്പറാണ്. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പർ. അപ്പോൾ അതിൻ്റെ നടുവിലത്തെ ഇത് കാണാൻ എന്ത് ചെയ്യേണ്ടത്? n+1/2 എന്ന് കാണാം. അപ്പോൾ 5 + 1/2 = 6/2 = 3. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എങ്ങനെ ഇതിൻ്റെ സമ്മ് കാണാൻ നോക്കാം. മിഡിൽ ടേം, ഈ മിഡിൽ ടേം ഇൻറ്റു എത്ര ടേം ഉണ്ട്? ഇവിടെ 5 ടേം അല്ലേ ഉള്ളത്. 1 2 3 4 5 5 ടേം. മിഡിൽ ടേം ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 കിട്ടും. അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സമ്മ്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കിക്കുക. ഇതിൻ്റെ മിഡിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്
അതിൻ്റെ മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അതായത് ഈ ഒരു സീക്വൻസിൽ 1 2 3 4 5ൽ 5 നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അത് ഓഡാണ്. ഓഡ് മീൻസ് ഈ നമ്പേഴ്സ് ഓഡാണെന്നല്ല പറഞ്ഞത്. 5 ടേംസ്. 5 ടേം എന്ന് പറയുന്നത് എത്ര? n ഈസ് ഈക്വൽ ടു 5. 5, അതായത് 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മിഡിൽ ടേം, ഇതിൻ്റെ മിഡിലായിട്ടുള്ള ടേം ഇൻറ്റു എത്ര ടേംസ് ഉണ്ട്? 5. അപ്പോൾ 8 × 5 ഈസ് ഈക്വൽ ടു 40 എന്ന് പറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ സീക്വൻസ് ഒന്ന് 2 ടു ഇതിൻ്റെ എത്രയോ ശേഷമുള്ളൊരു കുറേ കഴിഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് തന്നു വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര നമ്പർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? nth ടേം, അതായത് ലാസ്റ്റ് എത്രാമത്തെ ടേം വരെയുള്ള എത്രാമത്തെ ടേം വരെയുള്ള ആ ലാസ്റ്റ് ടേമും മൈനസ് x1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ടേം ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുലയാണ്. അതായത് 1 2 3 4 5 6 7 8 9 10 എന്ന് കാണുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഇത്. ഇനി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. n × n+1/2 എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി അതേപോലെ സം ഓഫ് ഈവൺ നമ്പേഴ്സിൻ്റെ കാണാനാണെങ്കിൽ 2 4 6 8 അങ്ങനെ പോയി എത്രയോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഫോർമുലയാണ് n × n+1. അതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ ഫോർമുലയാണ് n². Sn, അതിൻ്റെ സം എന്ന് പറയുന്നത് n എത്ര വരെ ഉണ്ട്? ഇപ്പോൾ 10 ടേം ആണെങ്കിൽ 10². ഇപ്പോൾ ഇവിടെ നമ്മൾ 1 to 39 എടുത്തിരിക്കുകയാണ്. അപ്പോൾ എത്ര? 1 to 40 എന്ന് പറയുമ്പോൾ 1 തൊട്ടിട്ട് 40 വരെ നോക്കുമ്പോൾ അതിൽ 20 ഈവൺ നമ്പേഴ്സ് ഉണ്ടാവും, 20 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓഡ് നമ്പേഴ്സ് 20 ആണെങ്കിൽ ആ 20² എത്ര ഓഡ് നമ്പേഴ്സ് ഉള്ളത്? 1 3 5 7 അങ്ങനെ പോകുമ്പോൾ ഓഡ് നമ്പേഴ്സ് അല്ല. അപ്പോൾ അത് 20² എന്ന് പറയും. ഓക്കെ. ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, എത്ര ടേം വന്നാലും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എത്ര ടേം ഉണ്ട്? n ഡിവൈഡഡ് ബൈ 2 ഫസ്റ്റ് ടേം പ്ലസ് xn nth ടേം. ഓക്കെ. ഫസ്റ്റ് ടേം പ്ലസ് xn nth ടേം. അതാണ് ഫോർമുല. Sn എത്രയോ ടേംസിൻ്റെ സം കാണാൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അത്രേ ഉള്ളൂ. അതാണ് ഫോർമുല ഉപയോഗിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടെ വരെ 32 വരെ എത്ര ടേം ഉണ്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ടേം xn മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പിന്നെ +1 ആഡ് ചെയ്യുക. അപ്പോൾ xn എന്താണ്? 32. 32 മൈനസ് 2 ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10+1. 32 മൈനസ് 2 30/3. അപ്പോൾ എത്ര? 10 വരും. 10+1 ഈസ് ഈക്വൽ ടു 11. n/2 ഇൻറ്റു x1 പ്ലസ് xn. ആ ഫോർമുല അപ്ലൈ ചെയ്ത് അതിൻ്റെ സമ്മ് കാണാൻ. അതായത് n എത്ര ടേം ഉണ്ട്? 11 ടേംസ് ഉണ്ട്. 11/2 പിന്നെ x1 എന്താ? 2, xn എന്താ? 32 ലാസ്റ്റ് ടേം. അപ്പോൾ എത്ര കിട്ടി? 187. അപ്പോൾ സമ്മ് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ഫോർമുല നോക്കാം. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 30. ആദ്യത്തെ 3 ടേംസ്, ഒരു സീക്വൻസിൽ ആദ്യത്തെ 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 13 ആണ്. അതേപോലെ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അതായത് ഒരു സീക്വൻസിലെ സെയിം സീക്വൻസ് തന്നെയാണ്, ആ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 13 ആണ്. അതേപോലെ ആ സീക്വൻസിൽ തന്നെയുള്ള ആദ്യത്തെ 7 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 140 എന്നുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? നമ്മൾ അതിലെ സെക്കൻഡ് ടേം കാണാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് 3 ടേംസ് സമ്മ് 13 ആണ്, ഫസ്റ്റ് 7 ടേംസിൻ്റെ സമ്മ് 140 ആണ്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം അതൊരു ഓഡ് നമ്പറാണ്. അതേപോലെ 7 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ 7 ടേംസ് എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. 3
ടേംസ് എന്ന് പറയുമ്പോഴും അതും ഒരു ഓഡ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിൻ്റെ നടുവിലത്തെ വാല്യൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 എന്ന് പറയുമ്പോൾ നടുവിലത്തെ സെക്കൻഡ് ടേം ആണ്. അതേപോലെ 7 ടേംസ് പറയുമ്പോൾ 1 2 3 4 5 6 7 എന്ന് പറയുമ്പോൾ അതിൽ നടുവിലത്തെ ടേം ഫോർത്ത് ടേം ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, നടുവിലത്തെ ടേം ഈ നേരത്തെ പറഞ്ഞിരുന്നില്ല, നടുവിലത്തെ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ 3 ടേംസിൻ്റെ സമ്മ് കിട്ടും. 3 ടേംസിൻ്റെ സമ്മ് എന്താ, 13 ആണ്. അപ്പോൾ നടുവിലത്തെ ടേം x2 ആണ്. x2 ഇൻറ്റു നടുവിലത്തെ ടേം ഇൻറ്റു എന്ത് ചെയ്യണം നമ്മൾ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 3 ആണ്. അത് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് x2, ഇതിൽ നിന്ന് x2 കണ്ടുപിടിച്ചൂടെ. x2 എന്താ 10. അതേപോലെ S7ൻ്റെ ഇത് എങ്ങനെ എഴുതാം, S7 എന്ന് പറയുന്നത് ഒരു 7 ടേംസ് ഉള്ള ഒരു സീക്വൻസിൻ്റെ സം എന്ന് പറയണത് നടുവിലത്തെ ടേം, അതായത് x4 ആണ് നടുവിലത്തെ ടേം. 7ൻ്റെ നടുവിലത്തെ ടേം എന്താ, x4 അല്ലേ. ആ x4 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 7. അത് ചെയ്യുമ്പോൾ നമുക്ക് x4 എന്താ ഈസ് ഈക്വൽ ടു S7 ഡിവൈഡഡ് ബൈ 7. അതായത് S7 7 ടേംസിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x4 കിട്ടും. x4 കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ x4 എന്ന് പറയുന്നത് 2 ടേംസിന്, ഇപ്പോൾ നമുക്ക് 2 ടേംസ് കിട്ടി, x4 എന്താണെന്നും കിട്ടി, x2 എന്താണെന്നും കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് അതേ ഡിവൈഡഡ് ബൈ പൊസിഷൻ, ഇത് പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇപ്പോൾ 10th പൊസിഷൻ ഇതിൽ ചോദിച്ചിരിക്കണത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ടേമുകൾ, അതേപോലെ ഇത് പൊസിഷൻ, ഇത് 4th പൊസിഷനും 2nd പൊസിഷനും അത് സബ്ട്രാക്ട് ചെയ്തു. അതിന് ശേഷം 4th പൊസിഷനിലുള്ള ടേമും 2nd പൊസിഷനിലുള്ള ടേമും മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടിയില്ല, ഡി ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് കിട്ടി. ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട്, രണ്ടാമത്തെ ടേമുണ്ട്, നാലാമത്തെ ടേമുണ്ട്. ഇതിലിവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കണേ, വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേം, ഫസ്റ്റ് 3 ടേംസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതായത് x2 എന്ന് പറയണത് 10 ആണ്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 10 ആണ്. ഈ 10ൽ നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം, 5 മൈനസ് ചെയ്യണം. 5ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് ടേം കിട്ടി 5. സെക്കൻഡ് ടേം അത്ര 10 എന്ന്, 10ൻ്റെ കൂടെ ഒരു 5 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 15 എന്ന് കിട്ടും. മൂന്നാമത്തെ ടേമും കിട്ടി, 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. ഇത്രേ ഉള്ളൂ. നമ്മൾ ആ മൂന്നാമത്തെ ചോദ്യം ആൻസർ ചെയ്തു. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഫസ്റ്റ് 3 ടേംസ് എന്താ, 5 കിട്ടി, 10 15 കിട്ടിയില്ലേ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഇത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കമൻസിൽ പറയാം. അപ്പോൾ തൽക്കാലത്തേക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ. ഇത്രയും നേരം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനും ഒക്കെ വളരെയധികം നന്ദി. അപ്പം വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.